ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൻസ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കൊരു വിൻറ്റേജ് ജേണലിലെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്നല്ല, നമ്മൾ അത് കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊരു ചെരുപ്പിൻ്റെ ബോക്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഒട്ടിക്കലുണ്ട്. പേര് എനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിയില്ല, പക്ഷേ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കളർ പേപ്പറാണ്, ഓറഞ്ച് കളറിൽ. ഇത് വിൻറ്റേജിൽ കൂട്ടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല, എന്തായാലും വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ. അപ്പോൾ അതിനകത്ത് നല്ല വലിയൊരു കവറായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു, ബ്രൗണ്. അപ്പോൾ അത് ഇന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലൊരു ഐറ്റമാണ്. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആൽഫബറ്റിൻ്റെ സാധനം ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിൻറ്റേജ് സ്റ്റിക്കർ എന്നൊക്കെ വേണേൽ പറയാം. നമ്മൾ ഗ്ലൂ വെച്ച് വേണം ഇതെല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറേ ലീവ്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കൂടുതലിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ പേരെന്ന് ഫിലിം എന്നാണെന്ന് തോന്നുന്നു. ഫിലിമും പണ്ട് ഇതിനകത്തായിരുന്നു നമുക്ക് ഫോട്ടോ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാമായിരിക്കും. നമ്മുടെ അച്ഛനും അമ്മയും ചേച്ചി ചേട്ടനും ഒക്കെ നിൽക്കുന്നത് കാണാൻ പറ്റുമായിരിക്കും. ചേച്ചി ചേട്ടന് മീൻസ് അത് അച്ഛൻ്റെ ചേച്ചിയും അതുപോലെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ കാണാൻ പറ്റും, പക്ഷെ അത്ര ക്ലിയർ അല്ല. അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഏതോ ഒരു കഥയും അങ്ങനെ എങ്ങാണ്ട് എഴുതിയൊരു പേപ്പർ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ വിൻറ്റേജൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഗ്രാമർ, പഴയ കാലത്ത് ഗ്രാമർ ബുക്കിനകത്ത് നിന്ന് കീറിയെടുത്ത പേജാണ്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് 2ലും 3ലെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് ൻ്റെ പേജ് കീറിയെടുത്തിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും എടുക്കുന്നത് നല്ലത്. പിന്നെ ഇതുപോലെ ഒരു ബ്രൗൺ കളറിലെ ഒരു പേപ്പർ ഉണ്ട്. പിന്നെ ഇത് ഞാൻ പണ്ടെങ്ങാണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. അതെന്തെങ്കിലും ഇപ്പോഴും ഇരിപ്പുണ്ട്, 2 ഉള്ളൂ. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിൻ്റെ പീസിൽ നിന്ന് ഇതുപോലെ കുറച്ച് ഡിസൈനുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് അതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല, ആകെ കൂടെ കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് പിന്നെ കട്ട് ചെയ്തെടുക്കാമെന്ന് ഓർത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള കുത്തിട്ടിട്ടുള്ള ഒരു 3-4 പേപ്പറുണ്ട്. പിന്നെ ഇത് നമ്മളെ ഗ്രാമർ ബുക്കില്ലേ, അത് 3-4 പേജ് കീറിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. കത്തിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ ഇത് കോഫി പേപ്പറില്ലേ, നമ്മൾ കോഫി ചെയ്താണ്, എല്ലാവർക്കും അറിയായിരിക്കും ചെയ്യുന്നതൊക്കെ. ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ, നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ കുറച്ചുണ്ട്. പിന്നെ നമ്മൾ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വാഷി ടേപ്സാണ്, നല്ല അടിപൊളിയായിട്ടുള്ള വാഷി ടേപ്സാണ്. ആമസോണിൽ 300 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല വിലയാണ് വാഷി ടേപ്സിനൊക്കെ ആമസോണിലൊക്കെ. അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് ഡിസൈനുള്ള മോഡലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബ്രൗൺ പേപ്പർ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റാമ്പ്, പോളറോയിഡ് ഫോട്ടോ എന്നൊക്കെ വേണേൽ പറയാം, പക്ഷെ അതൊന്നും നമ്മൾ ഉണ്ടാക്കിയില്ല. നമ്മളിതുപോലെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതാ നമ്മൾ ജസ്റ്റ് ഒരു പെൻസിൽ ഡ്രോയിങ്സ്, കുറച്ച് വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. അതും ഞാൻ കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ ഫ്ലവേഴ്സാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെറുക്കുന്ന ഫ്ലവേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പം ഈ സ്റ്റാമ്പാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം ഇത് ഒരു ടൈപ്പ് സ്റ്റാമ്പാണ്. അപ്പം 4 എണ്ണം ഉണ്ട് ഒരെണ്ണത്തിനകത്ത്. അതൊരു തരം സ്റ്റാമ്പ്. പിന്നെ ഇത് രണ്ടാമത്തെ ഒരു തരം സ്റ്റാമ്പാണ്. ഇത് കുറച്ചുകൂടെ ലൈറ്റ് കളേഴ്സ് ആയെന്ന് തോന്നുന്നില്ല, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടല്ലേ. ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് കീറി എടുത്താൽ മതി, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഇതും അതുപോലെ തന്നെ ഉള്ളതാണ്. കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഓരോന്നും കാണാതെ പോകും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ 2 വാഷി ടേപ്സും. പിന്നെ ഇത് ആ ഒരു പോളറോയിഡ്, മറ്റേത് വേറെ എന്ത് സാധനമാണ്, ഇത് പോളറോയിഡ് ഫോട്ടോസാണ്. നമ്മൾ ജസ്റ്റ് ഡ്രോ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ബ്ലാക്ക് പെൻ കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക, വിൻറ്റേജ് ടൈപ്പിലുള്ള എഴുതിയിട്ടുള്ള പോലത്തെ സംഭവം. ഇത് അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളറുണ്ട്, ബ്ലൂ കളറുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറും ഉണ്ട്. അപ്പോൾ ഇത് 3 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ കാണിക്കണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ബൈ.